വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 26 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ യാത്ര ചെയ്യുക. നമുക്ക് സുപരിചിതമായ ഒരു കഥയുണ്ടല്ലോ. ഒരമ്മയും കുഞ്ഞും നടക്കാൻ പോകുന്നു. നടക്കുന്നതിനിടയിൽ അവർക്കൊരു പാലം കടക്കേണ്ടി വരുന്നു. അങ്ങനെ പാലം കടക്കുന്ന സമയത്ത് പാലത്തിൻ്റെ നടുവിലെത്തിയപ്പോൾ അമ്മ കുഞ്ഞിനെ നോക്കുന്നു. കുഞ്ഞിൻ്റെ മുഖത്ത് അങ്ങേയറ്റം പേടി, ഉത്കണ്ഠ ഇതൊക്കെ അമ്മ കാണുകയാണ്. ഉടനെ തന്നെ അമ്മ പറയുകയാണ്, നീ എൻ്റെ കൈ പിടിച്ചോളൂ പേടിയുണ്ടെങ്കിൽ എന്ന്. ഉടനെ അതിന് കുഞ്ഞ് നൽകുന്ന മറുപടി വളരെ അതിശയിപ്പിക്കുന്നതാണ്. അവൻ പറയുന്നത് ഇങ്ങനെയാണ്, അമ്മ കൈ പിടിച്ചാൽ മതി, ഞാൻ കയ്യിൽ പിടിക്കുന്നില്ല എന്ന്. അമ്മയ്ക്ക് അതിശയം. ഉടനെ തന്നെ വീണ്ടും ചോദ്യം, എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത്? അതിനുള്ള മറുപടി കുഞ്ഞ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ അമ്മയുടെ കയ്യിൽ പിടിച്ചാൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ പെട്ടെന്ന് അമ്മയുടെ കൈവിടും, വെള്ളത്തിൽ വീഴും. എന്നാൽ അമ്മയാണ് കൈപിടിക്കുന്നതെങ്കിൽ എനിക്ക് ഉറപ്പാണ് എന്ത് സംഭവിച്ചാലും അമ്മ കൈവിടുകയില്ല എന്ന്. അതുകൊണ്ട് അമ്മ തന്നെ എൻ്റെ കയ്യിൽ പിടിച്ചാൽ മതി എന്ന്. ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയോടുള്ള നമ്മളുടെ ബന്ധം എന്തുമാത്രം ആഴമുള്ളതായിരിക്കണം, ആ അമ്മയിലൂടെ ഈശോയിലേക്ക് എന്തുമാത്രം അടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ വലിയ മാതൃകയാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത്. മരിയൻ ആത്മീയതയുടെ അന്തസത്ത എന്ന് പറയുന്നത് പോലും മറിയത്തോട് പ്രാർത്ഥിക്കുന്നു എന്നതിലല്ല, പകരം മറിയത്തെപ്പോലെ പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യമാണ് മരിയൻ ആധ്യാത്മികതയുടെ ഏറ്റവും ആഴമായ അന്തസത്ത എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വിശ്വാസ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി. ആ ആത്മീയതയെ കൂടുതൽ അടുത്തറിയണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഈശോയെ സ്വന്തമാക്കിയത്, ഈശോയോടുള്ള അഭിനിവേശത്തിൽ ആവേശത്തിൽ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മരിയൻ ആത്മീയത എന്ന് പറയുമ്പോൾ അതിനു മുൻപ് നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ആത്മീയത എന്നുള്ളതാണ്. അത് ബന്ധങ്ങളുടെ ഒരു ലോകമാണ്. പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം അത് ദൈവത്തോടുള്ള ബന്ധം, മനുഷ്യരോടുള്ള ബന്ധം, ഈ രണ്ട് ബന്ധങ്ങളിലും അടിസ്ഥാനപ്പെട്ടതായിരുന്നു പരിശുദ്ധ അമ്മയുടെ ആത്മീയത എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കാണുന്ന രണ്ട് സുപ്രധാനമായ കാര്യങ്ങളാണ് പൊസഷൻ ആൻഡ് പാഷൻ. ഈശോയെ സ്വന്തമാക്കുന്ന ഒരനുഭവം, ഈശോയോട് അങ്ങേയറ്റം അഭിനിവേശം സൂക്ഷിക്കുന്ന ഒരനുഭവം. ഈ രണ്ട് അനുഭവമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ പരിശുദ്ധ അമ്മ ഈശോയെ സ്വന്തമാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ജനിക്കാനിരിക്കുന്നവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും, പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും എന്നാണ്. അപ്പോൾ ഈ വലിയ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിന് പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാണ് മറുപടി കൊടുക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റേതാണ്. ദൈവത്തിൻ്റെ സ്വന്തമായി ജീവിക്കുന്നതിലുള്ള സന്തോഷവും സംതൃപ്തിയും ആ സാഹസികതയും ഒക്കെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും. ഈശോയെ സ്വന്തമാക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം. പരിശുദ്ധ അമ്മ അങ്ങനെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സമ്മതം കൊടുത്ത നിമിഷം ഈശോ ഉദരത്തിലേക്ക് കടന്നു വരികയാണ്. ഏറ്റവും മനോഹരമായ ഒരു അനുഭവമാണ് ദൈവത്തിൻ്റെ സ്വന്തമായി ജീവിക്കുക എന്നുള്ളത്. ക്രിസ്തുവിൻ്റെ സ്വന്തമായി ജീവിക്കുക, അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർക്കും ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും. എലിസബത്തിനെ സന്ദർശിക്കുന്ന രംഗം ഓർക്കുക. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു ചെല്ലുന്നു. എലിസബത്ത് പരിശുദ്ധാത്മാവാൽ നിറയുന്നു, സക്കറിയ പരിശുദ്ധാത്മാവാൽ നിറയുന്നു, ഉദരത്തിൽ കിടക്കുന്ന ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടുന്നു. അങ്ങേയറ്റം ശാക്തീകരണത്തിൻ്റെ ഒരു അനുഭവമാണ് ആ കുടുംബത്തിൽ സംഭവിക്കുന്നത്. ഈശോയെയും കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഏതൊരു വീട്ടിലേക്കും ഏതൊരു ജീവിതത്തിലേക്കും കടന്നു ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം ഇതുതന്നെയാണ്. അപ്പോൾ ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന ഓരോരുത്തരും മറ്റുള്ളവർക്കും ആ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുമ്പോൾ അത് സന്തോഷത്തിൻ്റെ
സമാധാനത്തിൻ്റെ, ഐക്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ബന്ധങ്ങളുടെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. എല്ലാവരും സമാധാനത്തിലും സന്തോഷത്തിലും നിറയുന്ന ഒരു അനുഭവമാണ് എലിസബത്തിൻ്റെ ഈ വീട്ടിൽ നടക്കുന്നത്. അപ്പോൾ ക്രിസ്തു സ്വന്തമായി കഴിയുമ്പോൾ മറ്റുള്ളവരെ കൂടി നമുക്ക് ശക്തിപ്പെടുത്താൻ സാധിക്കും, മറ്റുള്ളവർക്ക് കൂടി ഉണർവും ഉന്മേഷവും ഓജസ്സും തേജസ്സും കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ എലിസബത്ത് പിന്നീട് അങ്ങേയറ്റം ദൈവത്തെ സ്തുതിക്കുന്നു, പരിശുദ്ധ അമ്മയെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ സക്രിയായും സ്തോത്രഗീതം പാടുന്നു, പരിശുദ്ധ അമ്മയും സ്തോത്രഗീതം പാടുന്നു. അപ്പോൾ ദൈവത്താൽ നിറഞ്ഞ മനുഷ്യർ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ മനുഷ്യർ, അവരൊക്കെ സന്തോഷം അനുഭവിക്കുന്ന വ്യക്തികളാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയ ദാനം സ്വീകരിക്കുകയാണ് ഇവരെല്ലാവരും ചെയ്യുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ദൈവം സ്വന്തമാകുന്ന വ്യക്തികൾ എന്താണ് പറയുക? അവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പറയും, എനിക്ക് ദൈവം മാത്രം മതി എന്ന്. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനും പറയുന്നത് അതുതന്നെയാണ്. ദൈവം എൻ്റേതാണ്, പാപികൾ എൻ്റേതാണ്, സ്വർഗം എൻ്റേതാണ്, മാലാഖമാർ എൻ്റേതാണ്. ഞാൻ എല്ലാവർക്കും വേണ്ടി ആകുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് ഇത് നമ്മളെ ഓരോരുത്തരെയും ഓരോ നിമിഷവും നയിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയും അതുതന്നെയാണ് ചെയ്യുക. മറ്റുള്ളവരിലേക്കും ദൈവത്തിലേക്കും കടന്നു ചെല്ലുന്ന ബന്ധങ്ങളുടെ വലിയ ലോകം പരിശുദ്ധ അമ്മ സൃഷ്ടിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം പാഷൻ എന്നുള്ളതാണ്. അതിന് മലയാളത്തിൽ ആവേശമെന്നോ അഭിനിവേശമെന്നോ ഒക്കെ നമുക്ക് വിവർത്തനം ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമ്മളെ സഹായിക്കുന്നതും ബന്ധങ്ങൾ തന്നെയാണ്. അലൻ പ്ലാറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു നല്ല പുസ്തകം എഴുതിയിട്ടുണ്ട്, ഹു ആർ മൈ മെൻ. അതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിനകത്ത് 5 തരം ബന്ധങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുക. ഈ 5 തരം ബന്ധങ്ങളും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യത്തെ കൂട്ടർ വെരി ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ എന്ന് പറയാൻ സാധിക്കും. അതല്ലെങ്കിൽ വെരി റിസോഴ്സ്ഫുൾ പീപ്പിൾ. കൂടുതൽ ഊർജവും കൂടുതൽ പ്രചോദനവും നൽകുന്ന വ്യക്തികളാണ് ഇങ്ങനെയുള്ള ആളുകൾ. അവരോടാണ് നമ്മൾ ഏറ്റവും ആദ്യം ബന്ധപ്പെട്ടിരിക്കേണ്ടതും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ ആദ്യത്തെ കൂട്ടർ എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവമാണ് ആ ജീവിതത്തിനെ രൂപം കൊടുക്കുന്നതും രൂപഭാവങ്ങൾ കൊടുക്കുന്നതും പുതിയ രൂപത്തിൽ ആക്കി തീർക്കുന്നതും എല്ലാം. പരിശുദ്ധ അമ്മയുടെ ജീവിതം തന്നെ മാറിപ്പോയി ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ. അങ്ങേയറ്റം നമ്മുടെ ജീവിതത്തെ മാറ്റാൻ സാധിക്കുന്ന, രൂപപ്പെടുത്താൻ സാധിക്കുന്ന, പുതിയ രൂപവും ഭാവവും കൊടുക്കാൻ സാധിക്കുന്ന ദൈവത്തോടാണ് നമ്മളുടെ ആദ്യത്തെ ബന്ധം സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥവത്തായി തീരുന്നത്. പരിശുദ്ധ അമ്മയുടെ ഭക്തരെന്ന നിലയിൽ നമുക്കും ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ആരെയാണ് നമ്മൾ അനുവദിക്കുക? ആർക്കാണ് നമുക്ക് പരിപൂർണമായിട്ട് സമർപ്പിക്കുവാൻ സാധിക്കുക? അങ്ങനെയുള്ള വ്യക്തികളാണ് നമ്മളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. പൂഴിയിൽ നിന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ആ വിധത്തിൽ രൂപവും ഭാവവും കൊടുക്കുന്ന ദൈവം. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെയും രൂപപ്പെടുത്താനായിട്ട് സാധിക്കും, ക്രമപ്പെടുത്താനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കൂട്ടർ VHP പീപ്പിളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഹെവൻലി പീപ്പിൾ, വളരെ സ്വർഗീയരായിട്ടുള്ള ആളുകൾ. പരിശുദ്ധ അമ്മ സ്വാഗതം ചെയ്യുന്നത് മാലാഖയാണ്. മാലാഖ പോലും സ്വസ്തി പറയുന്ന ഒരു ജീവിതം. സാധാരണഗതിക്ക് മനുഷ്യരാണ് മാലാഖമാരെ ബഹുമാനിക്കേണ്ടത്. ഇവിടെ പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കാൻ ഒരു മാലാഖ തന്നെ കടന്നു വരികയാണ്. അങ്ങനെയെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ മാലാഖയെപ്പോലെ കടന്നു വന്ന വിശുദ്ധൻ ആരാണ്? വിശുദ്ധ ആരാണ്? അങ്ങനെ ഒരു വിശുദ്ധനോ വിശുദ്ധയോ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ഹൃദയത്തിനിണങ്ങിയ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ, അദ്ദേഹത്തോടുള്ള നമ്മുടെ മാധ്യസ്ഥം, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന, ആ വിശുദ്ധൻ്റെ ആത്മീയതയിൽ വളരാനുള്ള പരിശ്രമം, ഇത്തരം ബന്ധങ്ങളാണ് നമ്മളെ കൂടുതൽ ദൈവത്തോടും മറ്റുള്ളവരോടും അടുപ്പിക്കുന്നത്. മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ അല്ലെങ്കിൽ VIP പീപ്പിൾ എന്ന് പറയും. അപ്പോൾ അവർ നമ്മളുടെ ഈ ഈശോയോടുള്ള അഭിനിവേശത്തെ, ആവേശത്തെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കുകയും അത് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ മഹാനായ വ്യക്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കും വിശുദ്ധ യൗസേ പിതാവാണ്. നീതിമാനായ യൗസേ പിതാവ്, സ്വപ്നങ്ങൾ കാണുന്ന യൗസേ പിതാവ്, അങ്ങനെ തൻ്റെ ഈശോയോടുള്ള മുഴുവൻ അഭിനിവേശവും പങ്കുവയ്ക്കാൻ വിശുദ്ധ യൗസേപ്പിനോട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങേയറ്റം വിശ്വസ്തതയും അങ്ങേയറ്റം സ്വപ്നവും ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ പോലെയുള്ളവരോടുള്ള ബന്ധമാണ് നമ്മളും കാത്തുസൂക്ഷിക്കേണ്ടത്. പിന്നീട് വരുന്നത് വെരി ടീച്ചബിൾ പീപ്പിൾ, നമ്മളെ പഠിപ്പിക്കാൻ കഴിയുന്നത്, ഈശോയോടുള്ള ആവേശത്തിൽ വളരാൻ നമ്മളെ പഠിപ്പിക്കുക.
പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അത് സക്കറിയ എലിസബത്ത് ദമ്പതിമാരാണ്. പ്രായം തികഞ്ഞ മനുഷ്യർ, ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ കണ്ട മനുഷ്യർ, വിജയങ്ങളും പരാജയങ്ങളും കണ്ട മനുഷ്യർ, അവരോടായിരുന്നു പരിശുദ്ധ അമ്മ 3 മാസം ചെലവഴിച്ചത്. ആ 3 മാസത്തെ ജീവിതം പരിശുദ്ധ അമ്മയുടെ ബന്ധങ്ങളെ കൂടുതൽ വലുതാക്കുകയും അർത്ഥപൂർണമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇത്തരത്തിലുള്ള ആളുകളോട് ബന്ധപ്പെടുക എന്ന് പറയുമ്പോൾ ജീവിതം നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലൊരു പഠനമാണ് പരിശുദ്ധ അമ്മയും നടത്തുന്നത്. എലിസബത്തിനും സക്കറിയായ്ക്കുമൊപ്പം 3 മാസം പരിശുദ്ധ അമ്മ ചെലവഴിക്കുന്നു. വൃദ്ധരായ അവരെ സഹായിക്കുന്നു. ആദ്യമായി ഉണ്ടാകുന്ന ഗർഭം, ആദ്യത്തെ കുഞ്ഞ്, ഇതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അറിഞ്ഞുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ ആ കുടുംബത്തോടൊപ്പം നിൽക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുകയാണ്. അടുത്തത് വെരി നൈസ് പീപ്പിൾ, വളരെ നല്ല ആളുകൾ. അവർ ചെയ്യുന്നത് നമ്മളുടെ ഈ അഭിനിവേശം ആസ്വദിക്കുകയാണ്. ഈശോയുടെ ജനനസമയത്ത് പുൽക്കൂട്ടിലേക്ക് കടന്നു വന്ന ഇടയന്മാരാണ് നമ്മൾ വിചിന്തന വിഷയമാക്കേണ്ടത്. ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല, കൺകുളിർക്ക കണ്ട് യാത്രയാകുന്ന ആ മനുഷ്യർ. അതുപോലെ ലൂക്കായുടെ സുവിശേഷം 11:27 ഒരു സ്ത്രീ എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട്, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോധരങ്ങളും ഭാഗ്യമുള്ളവ എന്ന്. ഒന്നും കിട്ടിയിട്ടൊന്നുമല്ല. ആ മനോഹരമായ പ്രസംഗം കേട്ട് അതിൽ നിന്നുണ്ടായ പ്രചോദനം കൊണ്ട് പറയുന്നതാണ്. ഇതുപോലെ നമ്മളുടെ ഈശോയോടുള്ള ആവേശം ആസ്വദിക്കാൻ കഴിയുന്ന മനുഷ്യരെയാണ് ജീവിതത്തിൽ നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ടത്. ഇത് കൂടാതെ ഈ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്ന വെരി വൈസ് പീപ്പിൾ, വളരെ വിവേകികളായ വിജ്ഞാനികളായ മനുഷ്യർ. 3 ജ്ഞാനികളായ മനുഷ്യരുടെ സന്ദർശനം ഓർക്കുക. അവർ കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നു, കുമ്പിട്ട് ആരാധിക്കുന്നു. അവരും ഈശോയോടൊന്നും ചോദിക്കുന്നില്ല. ഇത് കൂടാതെ ശെമയോൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, അന്ന എന്ന പ്രവാചികയുമായിട്ട് ബന്ധപ്പെടുന്നു. ഇതൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വിവരവും വിവേകവും ദൈവകൃപയുമുള്ള മനുഷ്യരാണ്. അവരെയാണ് പരിശുദ്ധ അമ്മ അങ്ങേയറ്റം കൂടെ കൊണ്ടു നടക്കുന്നതും അവരുടെ വാക്കുകൾക്കാണ് വില കൽപ്പിക്കുന്നതും. ഒടുവിൽ VDP പീപ്പിൾ എന്ന് പറയും, വെരി ഡ്രെയിനിങ് പീപ്പിൾ. അവർ നമ്മളുടെ എല്ലാ ആവേശവും ചോർത്തിക്കളയുന്നു എന്നുള്ളതാണ്. അത്തരം ആളുകളോട് പരിശുദ്ധ അമ്മ ഒരകലം പാലിക്കുകയുണ്ടായി. തനിക്ക് തൻ്റെ ആദ്യത്തെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് നിമിഷം, അങ്ങനെ ആശാരിയുടെ മകനെന്ന് ആക്ഷേപിച്ച നിമിഷം, തച്ചൻ്റെ മകനെന്ന് വിളിച്ച് ആക്ഷേപിച്ച നിമിഷം, സ്വന്തം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈശോയെ അപമാനിച്ച് അയച്ച ആളുകൾ, ഇവരോടൊക്കെ പരിശുദ്ധ അമ്മ ഒരകലം പാലിച്ചിരുന്നു. പ്രത്യേകിച്ചും സ്ഥലമില്ല എന്ന് പറഞ്ഞ ആളുകളോട് ഔസേപ്പിതാവ് ഇങ്ങനെ മാറി മാറി വാതിലുകൾ മുട്ടുകയാണ്. അങ്ങനെ മുട്ടുന്ന മനുഷ്യൻ്റെ മനോവേദന, അതേസമയം പ്രസവ വേദന, എല്ലാ വേദനകൾക്കും ഒടുവിൽ തന്നെ ഒരുപാട് വേദനിപ്പിച്ച ആ മനുഷ്യരോടൊന്നും പരിശുദ്ധ അമ്മയ്ക്ക് ഒരു പരിഭവവും പരാതിയും വിദ്വേഷവും വെറുപ്പും ഒന്നുമില്ല. അവരെ ഒരു അകലം പാലിച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് ചിന്തിച്ച് നോക്കുക. വളരെ വിവേകമുള്ള വ്യക്തികൾ, ഊർജം പകരുന്ന വ്യക്തികൾ, നമ്മളുടെ ആവേശം പങ്കിടാൻ പറ്റുന്ന വ്യക്തികൾ, നമ്മളോടൊപ്പം അത് ആസ്വദിക്കാൻ കഴിയുന്ന വ്യക്തികൾ, വളരെ വിജ്ഞാനികളായ വ്യക്തികൾ, ഇവരോടൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ അങ്ങേയറ്റം ബന്ധമുണ്ടായിരിക്കേണ്ടത്. തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത്രമാത്രം വിലകൽപ്പിക്കത്തക്കതായ ഒരു ബന്ധമെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുക. പരിശുദ്ധ അമ്മയോട് എന്നും പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുക, വിലയേറിയ ബന്ധങ്ങൾ സൂക്ഷിക്കുക, വിലമതിക്കാനാവാത്ത ബന്ധങ്ങളെ ഊട്ടി വളർത്തുക. അപ്പോൾ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. മരിയൻ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ള കൃപ നമുക്ക് യാചിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.